ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്മർ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് സമ്മർ സീസൺ വരെയാണ് നമ്മുടെ സ്കിന്നിന് കുറച്ച് ചേഞ്ചസ് വരും. അതനുസരിച്ച് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, കാരണം സ്കിൻ കെയർ റുട്ടീൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സമ്മർ സീസണിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കുറെ ഒരു 10 പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇപ്പൊ ഓയിലി സ്കിൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നകത്തുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൂടും. അത് കാരണം നമുക്ക് ബ്രേക്ക് ഔട്ട്സ് വരും. സ്കിന്നകത്തുള്ള ഡ്രൈനെസ്സും അതുപോലെ ഡീഹൈഡ്രേഷനും കൂടും. മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ടാനിങ്ങും അതുപോലെ ഡൾനെസ്സും വരും. സൺ ബേണും ഹൈപ്പർ പിഗ്മെന്റേഷനും വരും. പിന്നെ റാഷസും ഇറിറ്റേഷൻസും വരും. ഇങ്ങനെ വരുന്ന കുറച്ച് 10 റീസൺസ് ആണ് നമ്മുടെ സ്കിന്നിൽ മെയിൻ ആയിട്ടും ഈ സമ്മർ സീസണിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ വെക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് കരുതേണ്ട 3 കാര്യങ്ങളാണ്. ബേസിക് സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യാം. സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും. ഈ 3 ബേസിക് കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സ്കിൻ കെയർ റുട്ടീൻ ചേഞ്ച് ചെയ്യാനായിട്ട്. സമ്മർ സീസണിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫേസ് വാഷിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആദ്യമേ നോക്കാം. അപ്പൊ നമുക്ക് ഫേസ് വാഷിന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടേത് ഇപ്പോൾ ഓയിലി അല്ലെങ്കിൽ ആക്നെ പ്രോൺ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാരാണ്, ഞാൻ ഫസ്റ്റ് അവരുടെ കാര്യം തന്നെ തുടങ്ങാം. കാരണം അവരുടെ ഫേസ് വാഷ് പ്രത്യേകിച്ചും സമ്മറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്തത് മാറ്റേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു ഓയിലി സ്കിൻ ആണ്, നിങ്ങൾ ഒരു എന്താ പറയുന്നത് നോർമൽ ആയിട്ടുള്ള സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ഫോമിങ് ഫേസ് വാഷിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ ഡോക്ടർ ഷേപ്പിന്റെ ഫോമിങ് ഫേസ് വാഷോ അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോയുടെ ഫോമിങ് ഫേസ് വാഷോ അതല്ലെങ്കിൽ നമ്മുടെ പ്ലമ്മിന്റെ ഫോമിങ് ഫേസ് വാഷോ ഒക്കെ നല്ല കുറച്ച് ഓപ്ഷൻസ് ആണ്. അതല്ല നിങ്ങളത് ട്രൈ നോർമൽ സ്കിൻ ആണെങ്കിലും നിങ്ങളൊരു ഫോമിങ് ഫേസ് വാഷ്, സാലിസിലിക് ആസിഡ് ഒന്നും ഇല്ലാത്ത ഫോമിങ് ഫേസ് വാഷുകളില്ലേ, നമ്മുടെ സെറ്റാഫിന്റെ ഫോമിങ് ഫേസ് വാഷ്, അങ്ങനത്തെ ഫോമിങ് ഫേസ് വാഷ്, ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. കാരണം നമ്മുടെ ഫേസിനകത്തുള്ള ഓയിൽനെസ് ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകി കളയാനായിട്ട് ഇങ്ങനത്തെ ഫോമിങ് ഫേസ് വാഷസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഡ്രൈ സ്കിൻകാർക്ക് ഫോമിങ് ഫേസ് വാഷ് ചെയ്യാൻ പറഞ്ഞില്ല, ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്ക്. ഇനി നിങ്ങൾ ഓൾറെഡി മോർണിംഗ് മാത്രം മോർണിംഗ് ജസ്റ്റ് വാട്ടർ സ്പ്ലാഷ് ചെയ്തിട്ട് വൈകിട്ട് മാത്രം ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് സ്വിച്ച് ചെയ്ത് മോർണിംഗും വൈകിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുക. മോർണിംഗിൽ കുറച്ച് ജെന്റിലായിട്ടുള്ള സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസറോ അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ജെന്റിൽ ക്ലെൻസറോ അതല്ലെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഫേസ് ക്ലെൻസറോ സിമ്പിളിന്റെ സോ ഫ്രീ ഫേസ് ക്ലെൻസറോ ഫേസ് വാഷോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്നിട്ട് വൈകിട്ട് നിങ്ങൾ ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഞാൻ എന്തുകൊണ്ടിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ ചൂട് കാരണം ഉണ്ടാകുന്ന ആ വിയർപ്പ്, സ്വെറ്റ്, അതല്ലെങ്കിൽ കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ സീസണുകൾ കമ്പയർ ചെയ്യുമ്പോൾ റെയിനി സീസൺ കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ ഫേസിൽ കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ കൂടും. അപ്പം അത് കാരണം ചിലപ്പോൾ നമ്മൾ സാധാരണ വെള്ളം വെച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേർട്ടോ അതല്ലെങ്കിൽ ഈ ഒരു സ്വെറ്റോ ഓയിൽനെസ്സോ പോകണമെന്നില്ല. അതുകൊണ്ടാണ് മോർണിംഗിൽ നിങ്ങളൊരു ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് സമ്മർ സീസണുകളിൽ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് അവിടെ കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ മോർണിംഗിൽ ഓയിലി സ്കിൻകാർക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. മോർണിംഗിൽ നിങ്ങൾ ഈ ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യണം എന്നില്ല. മോർണിംഗിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 നേരം ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഓവർ ഡ്രൈ ആവുന്നോ എന്നുള്ളത് നോക്കിയിട്ട് 2 നേരം ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ മോർണിംഗിൽ നിങ്ങൾ പഴയ സീസണിലെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് മോർണിംഗ് യൂസ് ചെയ്തിട്ട് നൈറ്റിൽ ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്താലും ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നില്ല എന്നാൽ നമ്മുടെ സ്കിൻ ക്ലീൻ ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ. ഞാൻ കുറച്ച് റെക്കമെൻഡേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്കിൻ കെയർ എപ്പോഴും ട്രയൽ ആൻഡ് ഇറർ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഫേസ് വാഷ് മോർണിംഗിൽ യൂസ് ചെയ്തിട്ട് നൈറ്റ് ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഓയിലി ആക്നെ പ്രോ കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഏറ്റവും ബെസ്റ്റ്. ഡ്രൈ സ്കിൻകാർക്ക് ഏറ്റവും ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് മോർണിംഗ്, സാലിസിലിക് ആസിഡ് ഇല്ലാത്ത ഫോമിങ് ഫേസ് വാഷ് സെറ്റാഫിൻ്റെ ഒക്കെ ഫോമിങ് ഫേസ് വാഷ് ഈവനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു ബെസ്റ്റ് വേ. ഒരു നക്ഷലിൽ എല്ലാം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത റൊട്ടീനിലോട്ട് പോകാം. അടുത്തത്
പറയുന്ന കാര്യം എപ്പോഴും ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഫേസ് മിസ്റ്റ്. ഞാൻ എന്തുകൊണ്ട് ഫേസ് മിസ്റ്റ് പറഞ്ഞു എന്ന് വെച്ചാൽ സമ്മറിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ സ്കിൻ എപ്പോഴും ഡ്രൈയും ഡീഹൈഡ്രേറ്റഡും ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മളെ റൊട്ടീനിലോട്ട് ഒരു ഫേസ് സ്പ്രേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ഓപ്ഷൻസ് ആണ്. ഞാൻ ഏതൊക്കെയാണെന്ന് അവസാനം പറഞ്ഞുതരാം, ഏതൊക്കെ ഫേസ് സ്പ്രേ ആണെന്ന്. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു എന്താ പറയുക ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ടോണർ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു ഫേസ് സ്പ്രേ യൂസ് ചെയ്യുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാവുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഡ്രൈനെസ്സും ഡൾനെസ്സും ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറിന് അല്ലെങ്കിൽ നമ്മുടെ സിറത്തിനൊക്കെ മുന്നേ ഒരു അഡീഷണൽ ഹൈഡ്രേറ്റിംഗ് സ്റ്റെപ്പ് എപ്പോഴും സമ്മർ സീസണിൽ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ പ്ലമ്മിൽ നിന്നാണ്. അത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ടോണർ, അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ ടോണർ, നമ്മുടെ അക്വലോജിക്കിൻ്റെ കോക്കനട്ട് വാട്ടർ ഹൈഡ്രേറ്റിംഗ് ടോണർ, നമ്മുടെ ക്വിൻസിൻ്റെ റീജുവനേറ്റിംഗ് ടോണർ, അതായത് നയാസിനമൈഡ് ഒക്കെ അടങ്ങിയ ഒരു ടോണർ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ പ്ലമ്മിൻ്റെ തന്നെ ഗ്രീൻ ടീ ടോണർ ഓയിലി സ്കിൻകാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ടോണേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂഡിയുടെ ടോണർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ പിൽഗ്രിമിൻ്റെ ടോണർ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടോണേഴ്സ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ പിന്നെ ഫോക്സ്ടെയിലിൻ്റെ ടോണറും നല്ലൊരു ഓപ്ഷനാണ്. അത് ഈ ഫോക്സ്ടെയിലിൻ്റെ ടോണർ നമുക്ക് ഫേസ് സ്പ്രേ ആയി മിസ്റ്റായിട്ട് യൂസ് ചെയ്യാം, ടോണറായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ടോണറോ അതല്ലെങ്കിൽ ഒരു ഫേസ് മിസ്റ്റുകൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഒന്ന് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാലല്ല, പക്ഷെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ടോണർ സ്പ്രേ ബോട്ടിൽ കിട്ടുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, അതല്ലെങ്കിൽ ഫേസ് മിറ്റ് സ്പ്രേ ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ യൂസ് ചെയ്താൽ കുറച്ചും ഈസി യൂസ് ആയിട്ടുള്ള ഒരു വേ ആണ് നമ്മുടെ സ്കിന്നെ കുറച്ചുകൂടി ഹൈഡ്രേറ്റ് ചെയ്യാൻ. മാത്രമല്ല സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ മോയ്സ്ചറൈസറിലോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സിറത്തിലോ ടോണേഴ്സിനേക്കാളും നല്ല നിങ്ങളുടെ സിറത്തിലോ മോയ്സ്ചറൈസറിലോ ആഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമ്മർ സീസണിൽ നല്ല രീതിയിൽ സൺറൈസസ് നമ്മുടെ സ്കിന്നിലോട്ട് വരികയും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജസ് ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാവാനുള്ള ചാൻസ് മറ്റുള്ള സീസണിൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ആൻറ്റി ഓക്സിഡൻസ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മൾ ഓൾറെഡി ആൻറ്റി ഓക്സിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ റീസെൻ്റ്ലി ചെയ്ത വീഡിയോ. അപ്പം ഞാൻ അതൊന്ന് കൊടുക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണ് ആൻറ്റി ഓക്സിഡൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ വിറ്റാമിൻ സി, ഗ്ലൂട്ടാത്തയോൺ, സിങ്ക് ഓക്സൈഡ്, ഇതൊക്കെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ്. ഗ്രീൻ ടീ മെയിൻ ആയിട്ട് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ലിറ്ററലി ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രം യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സിറത്തിലോ മോയ്സ്ചറൈസറിലോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതൊക്കെയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് അറിയണമെങ്കിൽ ഈ ഒരു ഐക്കാർഡ് കൊടുത്തേക്കുന്ന വീഡിയോ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. അടുത്തതാണ് ഫേസ് മോയ്സ്ചറൈസേഴ്സ്. മോയ്സ്ചറൈസർ നമുക്കറിയാം സ്കിന്നിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഈ മോയ്സ്ചറൈസർ നമ്മൾ എപ്പോഴും പറയും ഹൈഡ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള, പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻകാരോട് പറയും നിങ്ങൾ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ. ഓയിലി സ്കിൻകാരോടും നമ്മൾ പറയും ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യും. പക്ഷേ ഓയിലി സ്കിൻകാർക്ക് നിങ്ങൾ നല്ലൊരു സിറം യൂസ് ചെയ്യുകയാണ്, ഒരു ടോണറോ അതല്ലെങ്കിൽ ഫേസ് മിസ്റ്റോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർണിംഗിൽ നമുക്ക് സമ്മർ സീസണിൽ മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ ഹെവി ആവും സ്വെറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് മോർണിംഗിൽ നമുക്ക് ഒരു മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ മോർണിംഗിൽ നിങ്ങൾക്ക് ഫേസ് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതല്ല നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ള സീസണിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സിനെക്കാളും നിങ്ങൾക്കൊരു നോർമൽ സ്കിൻ മോയ്സ്ചറൈസേഴ്സ്, അതായത് കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്ത് കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം നമ്മുടെ സ്കിൻ ആ ഒരു ഹെവിനെസ് നമുക്കറിയാം. നിങ്ങൾ തന്നെ പറയും ചേച്ചി ഞാൻ ഈ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എല്ലാം കൂടി ഇടുമ്പോൾ എൻ്റെ സ്കിൻ ഹെവി ആയിട്ട് തോന്നും. പ്രത്യേകിച്ചും ഈ സമ്മർ സീസണിലാണ് എനിക്ക് ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നത്. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസേഴ്സ് മോർണിംഗിൽ യൂസ് ചെയ്യുന്നത് നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസറോ നോർമൽ ടു ഓയിലി സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസേഴ്സോ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഹെവി തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഫോക്സ്ടെയിലിൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസർ ഡ്രൈ സ്കിൻ ആണെങ്കിലും അധികം തിക്കായിട്ടുള്ളതല്ല. നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ കമ്പയർ ചെയ്യുമ്പോൾ പ്ലമ്മിൻ്റെ സെറമൈഡ് മോയ്സ്ചറൈസറും നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ അത്രയും അല്ലെങ്കിൽ നമ്മുടെ
സെറ്റാഫിലിൻ്റെ അത്രയും തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അല്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷേത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ്, ഈവൻ ദോ അത് ഓയിലി സ്കിൻകാർക്കാണെങ്കിലും ഈ നമ്മുടെ സമ്മർ സീസണിൽ ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിൻകാരും നിങ്ങൾ നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിന് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലി സ്കിൻകാർക്കുള്ള അല്ലെങ്കിൽ ഓയിലി സ്കിന്നിലോട്ട് പോകണ്ട, നിങ്ങൾ കുറച്ചുകൂടെ വാട്ടർ ബേസ്ഡ് നോർമൽ സ്കിൻകാരുടെ മോയ്സ്ചറൈസേഴ്സിലെ നമ്മുടെ പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ, നമ്മുടെ ന്യൂട്രിജിനയുടെ ഹൈഡ്രോ ബൂസ്റ്റർ, ഇതൊക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇതിനകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സ്കിന്നിൽ ഹെവിനെസ് തോന്നത്തില്ല. ഓയിലി സ്കിൻകാർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സിറമും അല്ലെങ്കിൽ ഫേസ് മിസ്റ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് പ്രത്യേകിച്ചും നിങ്ങളത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വെറ്റിംഗ് കാരണം മൈന്യൂട്ട് ആയിട്ടുള്ള പിമ്പിൾസ് ഒക്കെ ഫേസിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങൾ സ്കിൻ കെയർ റൊട്ടീനിലോട്ട് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ചും നിങ്ങൾ ഒരുപാട് നേരം പുറത്ത് സ്വെറ്റ് ചെയ്യും, നിങ്ങൾ ക്യാപ്പ് ഇടുന്ന ആൾക്കാരാണ്, ഹെൽമെറ്റ് വെക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ വളരെ നല്ല രീതിയിൽ ഈ ഒരു സമ്മർ സീസണിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോഴും മാസ്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഹെൽപ്പ് ചെയ്യും. ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേയുടെ കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് കെമിസ്റ്റ് കമ്പനിയുടെ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ, മിനിമലിസ്റ്റിന്റെ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ, അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോഡ് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അതല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള അത്യാവശ്യം നല്ലൊരു ഫാർമസിയിൽ പോയിട്ട് ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹൈപ്പോക്ലോറസ് ആസിഡിനകത്ത് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. മാത്രമല്ല നമ്മുടെ സ്വെറ്റിനെ കൺട്രോൾ ചെയ്യാനും ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പ്രേ എടുത്ത് യൂസ് ചെയ്യാം. അത് റാൻഡമായിട്ട് എത്ര ടൈം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ വെറുതെ വിയർപ്പൊന്നും ഇല്ലെങ്കിൽ എടുത്ത് മുഖത്തടിക്കരുത്. വിയർത്തൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ മുഖത്തടിക്കുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാനും, അപ്പോൾ ഉണ്ടാകുന്ന ഫംഗസ് ഒക്കെ ഓൾറെഡി ഈ ഒരു സ്വെറ്റിങ് കാരണം ഫേസിൽ കുറേ നേരം സ്വെറ്റൊക്കെ നിങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. ആ ഒരു കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ സ്പ്രേസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സമ്മർ സീസണിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കൺസേൺസ് ആയിട്ട് നിങ്ങൾ കുറച്ച് സിറം യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ ടാനിങ് അവോയ്ഡ് ചെയ്യാനുള്ള സിറംസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും നമുക്ക് 97% സൺ പ്രൊട്ടക്ഷനേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ടാനിങ് എങ്ങനെയെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരുന്ന ടാനിങ് നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസുകളാണ്, പ്രത്യേകിച്ചും ആൻറ്റി ഓക്സിഡന്റ് കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. ഇൻഗ്രീഡിയൻസ് എന്നല്ല ഞാൻ പറയും, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫ ആർബിറ്റിൻ. കാരണം ആൽഫ ആർബിറ്റിൻ ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. പക്ഷെ നമുക്കുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനോ ആക്നെ മാർക്കോ ഒക്കെ കുറയ്ക്കുന്നതിനേക്കാളും ആൽഫ ആർബിറ്റിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടാനിങ് മാറ്റാനായിട്ടാണ്. അതുകൊണ്ടാണ് ആൽഫ ആർബിറ്റിൻ ഈ സമ്മർ സ്കിൻ കെയർ റൂട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറുന്നത്. ഇനി ഏതൊക്കെയാണ് ആൽഫ ആർബിറ്റിൻ്റെ റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ നോർമലി ആൽഫ ആർബിറ്റിൻ 2% ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെക്കമെൻഡേഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്ലമ്മിലുണ്ട്, നമ്മളെ ഡോക്ടർ ഷെയ്ത്തിലുണ്ട്, അതിനകത്ത് അശ്വഗന്ധ കൂടെ ഇട്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഡോക്ടർ ഷെയ്ത്തിൽ. അതുപോലെ തന്നെ ഡീകൺസ്ട്രേറ്റിലുണ്ട്, അതിനകത്ത് നിയാസിനമൈഡും കൂടി ഉണ്ട്, ഡെർമാടച്ചിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എർട്രിതത്തിലുണ്ട്. ഇങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ അത്യാവശ്യം നല്ല ആൽഫ ആർബിറ്റിൻ സിറംസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൽഫ ആർബിറ്റിൻ നമുക്ക് ഏതൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഇപ്പം നമ്മുടെ ഡെർമക്കോഡ കോജിക് ആസിഡ് യൂസ് ചെയ്തില്ല, അതിനകത്ത് കുറച്ച് ആൽഫ ആർബിറ്റിൻ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ആൽഫ ആർബിറ്റിൻ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയറിനകത്ത് ഇപ്പോൾ ഏതൊരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്താലും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫ ആർബിറ്റിൻ. സോ അതുകൊണ്ട് ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടിൽ ആൽഫ ആർബിറ്റിൻ സിറം കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, സിറംസ് ഓവർ ആവാനായിട്ട് പാടില്ല. അപ്പോൾ സമ്മർ സീസൺ നമ്മൾ 1-2 സിറത്തിൽ നിർത്തുന്നതാണ് നല്ലത്. ഇപ്പോൾ ഓൾറെഡി സിറംസ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് നമ്മുടെ ആൽഫ ആർബിറ്റിൻ. ഇപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹൈലറോണിക് ആസിഡ് സിറം കൂടെ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഈ ഒരു സമ്മർ സീസണിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇത് ഞാൻ ഒരിക്കലും ഓയിലി അല്ലെങ്കിൽ നോർമൽ സ്കിൻകാരോട് പറയില്ല. നിങ്ങൾ ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾ ഒരുപാട് സിറംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് ഹൈലൂറോണിക് ആസിഡ്. ഹൈലൂറോണിക് ആസിഡും ആൽഫ ആർബിറ്റിനെ പോലെ തന്നെ ഏതൊരു സിറത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു സിറം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻകാർക്ക് ഹൈലൂറോണിക് ആസിഡ് സിറം കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹൈലൂറോണിക് ആസിഡ് സിറം നിങ്ങൾ സ്കിൻ എപ്പോഴും ഡാമ്പ് ആയിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് സ്കിൻ ഇച്ചിരി വെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് മിസ്റ്റിൻ്റെ കൂടെ ടോണറിൻ്റെ കൂടെ ഹൈലൂറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന സിറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈലൂറോണിക് ആസിഡ് സിറം യൂസ് ചെയ്താലും മതിയാവും. ഈ ഏതൊക്കെ റെക്കമെൻഡേഷൻസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, ഓർഡിനറിയിലെ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, ഫോക്സ്റ്റെയിലുണ്ട് നല്ലൊരു ഹൈലൂറോണിക് ആസിഡ്, ലോറിയൽ പാരിസിലുണ്ട് ഹൈലൂറോണിക് ആസിഡ്. ലോറിയൽ പാരിസിലെ ഹൈലൂറോണിക് ആസിഡ് കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ല ഒരു ഹൈലൂറോണിക് ആസിഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏതൊരു ഹൈലൂറോണിക് ആസിഡ് സിറവും നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിലോട്ട് ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് പിക്ക് ചെയ്താൽ മതി. നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിൽ അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണറിൽ ഹൈലൂറോണിക് ആസിഡ് ഉണ്ടെങ്കിൽ ഡ്രൈ സ്കിൻകാർക്ക് നല്ലൊരു ഓപ്ഷൻ. ഓയിലി സ്കിൻകാർക്ക് ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഡയറക്റ്റ് സിറം യൂസ് ചെയ്യാതെ നിങ്ങൾ യൂസ് ചെയ്ത മോയ്സ്ചറൈസേഴ്സ് അതല്ലെങ്കിൽ ടോണേഴ്സിൽ ഹൈലൂറോണിക് ആസിഡ് ഉള്ളത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. സൺസ്ക്രീനിൽ ഹൈലൂറോണിക് ആസിഡ് ഉള്ളതിനേക്കാളും ടോണേഴ്സിലോ മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറൊരു സിറത്തിലോ ഹൈലൂറോണിക് ആസിഡ് ഉള്ളത് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി വരുന്നതാണ് നമ്മുടെ റാഷസും ഇറിറ്റേഷൻസും. ഓൾറെഡി ഇറിറ്റേഷൻസും റാഷസും വരാതിരിക്കാനായിട്ട് ഫേസിൽ നമ്മൾ ഹൈപ്പോക്ലോറസ് ആസിഡ് പറഞ്ഞു. അതല്ല നമ്മുടെ മുതുകത്തൊക്കെ വരുന്ന ഒരു ഇറിറ്റേഷൻ മാറ്റാൻ നമുക്ക് ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ ഓൾറെഡി വന്ന ഇറിറ്റേഷൻ മാറ്റാനായിട്ട് നമുക്ക് എപ്പോഴും നല്ലത് കാമിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മുടെ കാൻഡിഡ പോലെയുള്ള പൗഡേഴ്സ് ഒക്കെയാണ്. പക്ഷെ കാൻഡിഡിൻ്റെ ലൈക്ക് ലിറ്ററലി ക്രീമും അവൈലബിൾ ആണ്, പൗഡറും അവൈലബിൾ ആണ്. അപ്പം കുട്ടിയൊക്കെ നമുക്ക് കാൻഡിഡിൻ്റെ പൗഡർ യൂസ് ചെയ്താൽ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഓൾറെഡി വിയർത്തിരിക്കുന്ന മുഖത്ത് ഓൾറെഡി പൗഡർ ഇട്ടിട്ട് അത് പിന്നെ നമ്മൾ ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന് വീണ് സ്വെറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി കൂളായിരിക്കുന്ന സമയത്ത് വിയർപ്പൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് സ്കിന്നിനൊന്ന് കൂളാക്കിയതിന് ശേഷം പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മാക്സിമം പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഈ പൗഡർ ഇട്ടിട്ട് കുറച്ച് നേരം നിങ്ങൾ ആ സമയം ഡ്രസ്സൊന്നും ഇടാതെ ബോഡി ഒന്ന് ഫ്രീ ആയിട്ട് വെക്കുന്നത് ഒരു നല്ലൊരു ഓപ്ഷൻ. അത് പറഞ്ഞിട്ടാണ് സമ്മർ സീസണിൽ മാക്സിമം കോട്ടൺ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കറുത്ത ഡ്രസ്സുകൾ അതുപോലെ നല്ല തിക്കായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ, അതായത് ഞാൻ ഈ പറഞ്ഞ ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ അണ്ടർ ആം റോൾ ഓൺസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാക്സിമം റോൾ ഓൺസിലോട്ട് ശ്രദ്ധിക്കുക. സ്പ്രേ പെർഫ്യൂംസ് അതൊക്കെ പെർഫ്യൂംസ് നല്ലതാണ്, പക്ഷെ ഒരുപാട് ഒലിക്കുന്ന ടൈപ്പ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല കാർമസീഡ അണ്ടർആം റോൾ ഓൺസ് അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി സ്പെക്ട്രക് കൺട്രോൾ ചെയ്യാനായിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് ബെൻസോയിൽ പെറോക്സൈഡിന്റെ സോപ്പുകൾ നല്ലതാണ്. റോൾ ഓൺസ് അവൈലബിൾ അല്ല, പക്ഷെ നമുക്ക് HABHA റോൾ ഓൺസ് കെമിസ്ട്രിക് കമ്പനിയുടേത് അതല്ലെങ്കിൽ നമ്മുടെ ബി ബോഡി വേസിൻ്റെത് മിനിമലിസ്റ്റിൻ്റെത് ഇങ്ങനത്തെ ഏതെങ്കിലും നല്ലൊരു അണ്ടർആം റോൾ ഓൺസും യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഒരു പ്രോ ടിപ്പാണ്, നേരത്തെ ബെൻസോയിൽ പെറോക്സൈഡ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാവുന്നതാണ്. നമുക്ക് സ്വെറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് നന്നായിട്ട് വിയർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബെൻസോയിൽ പെറോക്സൈഡിന്റെ സോപ്പ്, അത് പ്രത്യേകിച്ച് അണ്ടർആമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻസോയിൽ പെറോക്സൈഡിന്റെ ഫേസ് വാഷ് അവൈലബിൾ ആണ് നമ്മുടെ ബി ബോഡി വേസിൽ. അതല്ലെങ്കിൽ നമ്മുടെ ബെൻസോയിൽ പെറോക്സൈഡിന്റെ സോപ്പ് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് യൂസ് ചെയ്തിട്ട് അണ്ടർആം കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വെറ്റിന് സ്മെല്ല് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ അതിന് നമുക്ക് കൊല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അത് കാരണം സ്വെറ്റ് സ്മെല്ല് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീമുകൾ യൂസ് ചെയ്യും. പക്ഷേ ക്രീം ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, കാരണം വിയർപ്പും ക്രീമും എല്ലാം കൂടെ അവിടെ ഒരു അവിഞ്ഞു കുവിഞ്ഞ അവസ്ഥയാണ്. അതിനേക്കാളും നല്ലത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫേസ് വാഷസോ അതല്ലെങ്കിൽ സോപ്പുകളോ അണ്ടർആമിൽ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു സ്മെല്ല് അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഷൂ ഇട്ടിട്ട് കാല് വിയർക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ഓപ്ഷൻസ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവർക്ക് ഷൂ ഇടുമ്പോഴത്തേക്ക് ഒന്ന് ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ ചെയ്തിട്ട് കാലൊക്കെ ഒന്ന് വെറ്റ്നെസ് മാറ്റിയിട്ട് ആ ഒരു ഷൂ സോക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന സ്വെറ്റ് സ്മെല്ലിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു പ്രോ ടിപ്പാണ്. ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് ടാനിങ്ങും ഡൾനെസ്സും വരും. ടാനിങ് ഓൾറെഡി വരുന്ന ടാനിങ്ങിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആൽഫ ആർബിറ്റിൻ പറഞ്ഞു. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണേഴ്സോ അതല്ലെങ്കിൽ സിറംസോ. കാര്യം എന്തെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഫേസിൽ വരുന്ന നമ്മളെ
ഔട്ടർ ഡെഡ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ്, അത് ഡെഡ് സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് ടാനിങ് വരുന്നത് മെലാനിൻ പ്രൊഡക്ഷൻ കാരണമാണല്ലോ, ആ മെലാനിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ്. ഈ ഗ്ലൈക്കോളിക് ആസിഡ് സിറപ്പിന്റെ അല്ലെങ്കിൽ ടോണേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് നോക്കിയാൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡിന്റെ നല്ലൊരു ടോണർ. അതുപോലെ തന്നെ നമ്മുടെ ഓർഡിനറിയിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ്. അതല്ലെങ്കിൽ നമ്മുടെ ഫോർമുല എക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇത് ഓയിലി സ്കിൻകാർക്കാണ് നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡ് HA/BHA ടോണേഴ്സ് അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 7% മുകളിലോട്ടുള്ള ടോണേഴ്സോ സിറംസോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ 2% 1% ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അത് സാലിസിലിക് ആസിഡ് 2% ആണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യരുത്. സാലിസിലിക് ആസിഡ് 2%, ഗ്ലൈക്കോളിക് ആസിഡ് 1% ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. കാരണം സാലിസിലിക് ആസിഡ് 2% ഉണ്ടല്ലോ, അത് ഓയിലി സ്കിൻകാർക്കാണ്. ഡ്രൈ സ്കിൻകാണ് നിങ്ങൾ 7% ഗ്ലൈക്കോളിക് ആസിഡ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതാണെങ്കിൽ നിങ്ങൾ വീക്ക്ലി വൺസ് നൈറ്റിൽ സെറത്തിൻ്റെയോ ടോണേഴ്സിൻ്റെ ഫോമിൽ യൂസ് ചെയ്യുക. പറഞ്ഞ മിനിമലിസ്റ്റിൽ ഓർഡിനറിയിലൊക്കെ ടോണേഴ്സ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്റ്റിൽ അതിൻ്റെ സിറംസും അവൈലബിൾ ആയിട്ടുണ്ട്, അത് വാങ്ങിച്ച് യൂസ് ചെയ്താലും മതി. ഇനിയാണ് നമ്മുടെ സമ്മർ സ്കിൻ കെയർ റൊട്ടീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് ഞാൻ ലാസ്റ്റ് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയത്, ലാസ്റ്റ് യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ടാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ലെയർ ചെയ്യുക. റീഅപ്ലിക്കേഷൻ, മാക്സിമം റീഅപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെയർ ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ എടുത്തിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ തിക്ക് ആയിട്ടുള്ള സൺസ്ക്രീൻ മുകളിലോട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒരുപാട് സിറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ലെയറിംഗ് പ്രോസസ്സ് ചിലപ്പോൾ പില്ലിങ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് റീഅപ്ലിക്കേഷൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതല്ല ഒരു സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ലെയർ ചെയ്യുന്നോ 2 സിറംസേ യൂസ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു മോയിസ്റ്റ് സൺസ്ക്രീൻ ആദ്യമേ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കുറച്ച് തിക്കായിട്ടുള്ള സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക എന്നാണ് നല്ലത്. ഞാൻ ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് 2 സൺസ്ക്രീനുകളാണ്, പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് 2 സൺസ്ക്രീൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വിഷ് കെയറിൻ്റെ നാസിനമൈഡ് സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഓയിലി നോർമൽ കോമ്പിനേഷൻ സ്കിൻകാർക്കൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ അത് യൂസ് ചെയ്യും. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യും. നമ്മുടെ ഡോട്ട് ആൻഡ് ഗിയുടെ ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി ഓഫ് ജോസനും അതുപോലെ ബയോഡെർമയുടെ സൺസ്ക്രീനും ഞാൻ ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തതാണ്. ഇത് രണ്ടും നല്ല ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ്. അപ്പോൾ അത് ഏതെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഈ 2 ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള 2 നല്ല സൺസ്ക്രീൻ. ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഭയങ്കര തിക്കായിട്ടുള്ള മിനറൽ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ലാസ്റ്റ് 2ാമത്തെ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻകാർക്കും വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മുടെ ഓയിലി സ്കിൻകാർക്കുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. കാരണം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്, ലെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഒരു നമ്മൾ പറയും നോർമലി 2 hours ഒക്കെ പ്രൊലോങ്ഡ് ആയിട്ട് സണ്ണിൻ്റെ പുറത്ത് നിൽക്കുന്നെങ്കിൽ റീഅപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് നേരം പുറത്ത് നിൽക്കുകയും മസ്റ്റായിട്ടും റീഅപ്ലിക്കേഷൻ ചെയ്യാം. അതുപോലെ തന്നെ കൊട, ക്യാപ്പ്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും, കൂളിംഗ് ഗ്ലാസ്, ഇതൊക്കെ വെച്ച് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും, അതെല്ലാം ഈ ഒരു സമ്മർ സീസണിൽ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ സമ്മറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും നമ്മുടെ UV ഇൻഡെക്സിൽ 5 മുകളിലോട്ട് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പോകുന്നത് കൊണ്ട് സൺസ്ക്രീൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ കാലത്തേക്കാളും ഇപ്പോഴത്തെ സമ്മർ സീസണുകളിൽ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങൾ പുറത്ത് കളിക്കാൻ പോകുന്ന സമയമാണ്. കാരണം മാർച്ച് കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികളെ ഡെഫിനറ്റ്ലി കളിക്കാൻ പോകും. ഡെഫിനറ്റ്ലി അവർക്ക് ഒരു നല്ല സൺസ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ കൂടിയാണ് വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ, ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീൻ, അതല്ലെങ്കിൽ നമ്മൾ ഡോട്ട് ആൻഡ് കെ അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീനുകൾ തന്നെയാണ്. ഒരു എന്താ പറയുക, നിങ്ങൾ ഒരു 8 വയസ്സിന് മുകളിലോട്ട് ഇങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിൻ്റെ മിനറൽ സൺസ്ക്രീൻ, നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ മിനറൽ സൺസ്ക്രീനും ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീനുകളിൽ. അതുപോലെ തന്നെ സമ്മറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡബിൾ ക്ലെൻസിങ്. കാരണം സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ ഉണ്ട്, സ്വെറ്റ് ഉണ്ട്, ഡേർട്ട് ഉണ്ട്, ഫേസ് ആകെ അഴഞ്ഞ് കുളന്നിരിക്കുന്ന സമയമായിരിക്കും. അപ്പം നമ്മൾ അതെല്ലാം കഴുകിക്കളയാൻ ചിലപ്പോൾ നമ്മുടെ നോർമൽ ഫേസ് വാഷിന് പറ്റണം എന്നില്ല. അപ്പോൾ ഡബിൾ ക്ലെൻസ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് മിലസെല്ലാർ വാട്ടർ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോമിംഗ് ഫേസ് വാഷ് വെച്ചിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യാൻ നിൽക്കരുത്. ഒരു ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് വെച്ച് ഫേസ് വാഷ് ചെയ്തിട്ട്
സ്കിൻ ഡ്രൈ ആയിരിക്കും, ആ ഫേസ് വാഷ് ജസ്റ്റ് ഒന്ന് ക്രീം ആയിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ഫേസ് വാഷ് ജസ്റ്റ് ഒന്ന് ഫേസിൽ റബ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫോമിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഡബിൾ ക്ലെൻസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ഓയിലും ക്ലെൻസിങ് ബാമും ഒക്കെ വെച്ചിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യാം. മാക്സിമം വെറ്റ് വൈപ്പ് വെച്ചിട്ട് മേക്കപ്പ് റിമൂവേഴ്സ് വെച്ചിട്ടും ഡബിൾ ക്ലെൻസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഇതായിരുന്നു നമ്മുടെ സമ്മർ സ്കിൻ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ സ്കിൻ കൺസേൺസിൻ്റെ ഒക്കെ ഒരു വീഡിയോ. ഇനി ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്ന ഒരു എക്സ്ട്രാക്ഷൻ ഡിസൈനിങ്.